കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാക്കിയ പാലൊന്നുമല്ല, ഫ്രിഡ്ജിൽ നിന്ന് വെച്ച പാൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് 2 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലിന് 2 കപ്പ് പാൽപ്പൊടി എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി മുഴുവനായിട്ടും തന്നെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പാൽപ്പൊടി പാലിൽ കലങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. ഈ ഒരു രീതിക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത്. നല്ല അടികട്ടിയായിട്ടുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ കുക്കിംഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നല്ല പോലെ തന്നെ കട്ടിയായിട്ട് വന്ന് തുടങ്ങും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ടേക്ക് മാറ്റാവുന്നതാണ്. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് വീണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല കട്ടിയായിട്ട് വരുന്നവരെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കൂ, ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രീതിക്ക് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായി നല്ല പോലെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്ത് തുടങ്ങും. ആ ഒരു പാകം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിനായി കിട്ടാൻ ഏകദേശം 15 മിനിറ്റാണ് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതിയോളം ഭാഗം ഞാനൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതിയിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്ക് യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഫ്ലേവറിലാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് നോർമലായിട്ടും മറ്റേത് ചോക്ലേറ്റ് ഫ്ലേവറിലുമാണ്. ഇനി നേരത്തെ ബട്ടർ പേപ്പറിൽ ഇട്ട കൂട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചൂടായതുകൊണ്ട് തന്നെ കൈ ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ബട്ടർ പേപ്പർ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തവി ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഏതെങ്കിലും നെയ്യ് തടവി വെച്ച പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടർ പേപ്പറിൽ തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്കാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തവി ഉപയോഗിച്ച് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതും കൂടെ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് അരികുകളൊക്കെ ഒരേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി വെക്കണം. ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുക്കും ഇത് നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ 2 ഫ്ലേവറിലുള്ള മിൽക്ക് ബർഫിയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. മുകളിലത്തെ ലെയർ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നോർമൽ വാനില ഫ്ലേവറിലാണ് ഉണ്ടാകുക. ശരിക്കും കാണുമ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടണ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും ഇത് നല്ല രുചിയാണ്. നല്ല ചൂയി ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകുക. ഇത് നിങ്ങൾക്ക് പുറമേ വെച്ചിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ബർഫി എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.